ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് ആണ്. നോൺ സ്വേ ഫ്രെയിമിനെ എങ്ങനെ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസ് ചെയ്യുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഡ്രോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യണം വെദർ ദ ഫ്രെയിം ഈസ് എ സ്വേ ഫ്രെയിം ഓർ നോൺ സ്വേ ഫ്രെയിം. സോ ഇവിടെ നമുക്ക് BE എന്ന് പറഞ്ഞ കോളം അതുപോലെ CF എന്ന് പറഞ്ഞ കോളത്തിനും ഡിഫറെൻറ്റ് ലെങ്ത് ആണ്. ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ദ കോളംസ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബീം ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ദ കോളം കാരണം സ്വേ ഉണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള ചാൻസിന് ഈ ഒരു ബീം ലെവലിലുള്ള സപ്പോർട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വേ ഉണ്ടാകാനുള്ള ഡിഫറെൻറ്റ് റീസൺസ് ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും ഇതൊരു നോൺ സ്വേ ഫ്രെയിമാണ്. ഈ ഒരു ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ദ കോളം കാരണം ഇവിടെ ഒരു സ്വേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കൂടെ അതിനെ ഈ ഒരു ബീം ലെവലിലുള്ള സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ നോൺ സ്വേ ഫ്രെയിം. ഓക്കെ, അപ്പം നമുക്ക് നോൺ സ്വേ ഫ്രെയിം എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുമ്പത്തെ പോലെ തന്നെ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ്. ഫസ്റ്റ് നമുക്ക് AB എന്ന് പറഞ്ഞ മെമ്പർ എടുക്കാം. സോ ഹിയർ AB എന്ന് പറഞ്ഞ മെമ്പറിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്പാൻ 3 മീറ്റർ ആണ്. സോ എ എന്ന് പറഞ്ഞ സപ്പോർട്ടിന് 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ 20 kN കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫിക്സഡ് മൊമെന്റ് M ഓഫ് AB, ഫിക്സഡ് മൊമെന്റിന് നമ്മൾ M ഓഫ് AB എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഫിക്സഡ് മൊമെന്റ് M ഓഫ് AB ഈസ് -WAB² അല്ലേ? കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അൺസിമെട്രിക്കൽ എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ടു AB ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എയുടെ വാല്യൂ 3 മീറ്ററും ബിയുടെ വാല്യൂ 1 മീറ്ററുമാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ലോഡ് 20 kN ആണ്. 20 × 1 3 × 1² 2 × 1² ടോട്ടൽ സ്പാന് L 3 മീറ്റർ ആണ്. ഓക്കെ, സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും -4.44 kN മീറ്റർ. -4.44 kN മീറ്റർ. ദിസ് ഈസ് അവർ M ഓഫ് AB. നെക്സ്റ്റ് M ഓഫ് BA. M ഓഫ് BA ഈസ് WA²B/L². ഓക്കെ, therefore substitute all values. 20 × 2² × 1/3². So we get 8.89 kN meter. സോ നമുക്ക് M ഓഫ് ABയും M ഓഫ് Bയും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് മെമ്പർ BC ആണ്. BCയിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താ? BCയിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത്. സോ UDL കാരണം ഫിക്സ്ഡ് മൊമെന്റ് നമുക്കറിയാം M ഓഫ് BC ഈസ് -WL²/12. So here -48, length of the span 4 meter. So -48 × 4² / 12, which is -64 kN meter. Similarly, M of CB, which is +WL² / 12, that is 48 × 4² / 12, which is equal to 64 kN meter. സോ നെക്സ്റ്റ് മെമ്പർ കഴിഞ്ഞു. ഇനി നമുക്ക് CD ഇവിടെ എന്താ? ഒരു ഓവർഹാങ് പോർഷനാണ് CD അല്ലേ? 2 മീറ്റർ ഓവർഹാങ് പോർഷനിൽ ഫ്രീ എൻഡിൽ ഒരു 30 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഫിക്സഡ് മൊമെന്റ് എടുക്കുകയാണ്. ഫിക്സഡ് മൊമെന്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സപ്പോർട്ടിന് ഫിക്സഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്ന മൊമെന്റിനെയാണ് നമ്മൾ ഫിക്സഡ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആകെ നോക്കുമ്പോൾ ഒരു സപ്പോർട്ടേ ഉള്ളൂ, C എന്ന് പറഞ്ഞ സപ്പോർട്ടേ ഉള്ളൂ. D എന്നുള്ളൊരു ഫ്രീ എൻഡ് ആണ്, അവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ C സപ്പോർട്ടിൽ ഫിക്സഡ് എൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? ഇങ്ങനെയാണ് നമ്മൾ CD വരുന്നത്. Dയിൽ 30 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 മീറ്റർ ആണ് സ്പാന്.
അപ്പോൾ നമ്മൾ സാധാരണ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എ ബിയിലും ബി സിയിലൊക്കെ നമ്മൾ എനെയും ബിനെയൊക്കെ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ ഫിക്സ്ഡ് എൻഡിൽ വരുന്ന ആ ലോഡ് കാരണമുള്ള മൊമെൻ്റാണ് നമ്മുടെ ഫിക്സ്ഡ് മൊമെൻറ്റ്. സോ ഇവിടെ ആകെ ഒരു സപ്പോർട്ടേ ഉള്ളൂ. ആ സപ്പോർട്ടിൽ നമ്മൾ ഫിക്സ്ഡ് എൻഡ് കൊടുത്താൽ ഇതെങ്ങനെയാണ് ക്യാൻഡിലിവർ ആണ് അല്ലേ, ഇതൊരു ക്യാൻഡിലിവർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു എൻഡിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുന്നുള്ളൂ. ആ ഫിക്സ്ഡ് സപ്പോർട്ട് ഒരു എൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീ ആയിട്ടുള്ള സപ്പോർട്ടിനെ നമ്മൾ ക്യാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. സോ ഇവിടെ വരുന്നത് ഇവിടുത്തെ ഫിക്സ്ഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിയിൽ MFCD ഫിക്സ്ഡ് മൊമെൻ്റ് വരും. സോ MFCDയുടെ വാല്യൂ ക്യാൻഡിലിവർ ആണല്ലോ, ക്യാൻഡിലിവർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കാരണമുള്ള മൊമെൻ്റ് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരിക. അതുപോലെ MFCD ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് വാല്യൂ നെഗറ്റീവ് വരും. സോ -30 × 2 -60 kN വരും. സോ ക്യാൻഡിലിവർ പോർഷൻ ഓവർ ഹാങ്ങിങ് പോർഷനിൽ നമ്മൾ ഇങ്ങനെയാണ് ഫിക്സ്ഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എൻഡ് മാത്രമേ ഉള്ളൂ, ആ എൻഡിൽ നമ്മൾ ഫിക്സ്ഡ് എൻഡ് കൊടുത്താൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ ക്യാൻഡിലിവർ. സോ ആ ക്യാൻഡിലിവർ വരുന്ന ആ ഒരു പോർഷനിൽ വരുന്ന മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇൻ കേസ് ഇപ്പോൾ ലോഡ് ഈ ഒരു പോർഷനിലും നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സപ്പോർട്ട് വരുന്നതെങ്കിൽ ഇവിടെയാണ് ഒരു ലോഡ് വരുന്നത്. എക്സാമ്പിളാണ് 20 ഇവിടെ 4 മീറ്ററിൽ 20 kN ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പോർഷനിലായിരുന്നു നമ്മൾ ഓവർ ഹാങ് പോർഷൻ വന്നത്. ഇൻ കേസ് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഒരു ഓവർ ഹാങ് പോർഷൻ വന്നിട്ട് ഇവിടെയാണ് ഒരു ലോഡ് വരുന്നതെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മുടെ ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലാണ് ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്, സി എന്നുള്ള സപ്പോർട്ടിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു ക്യാൻഡിലിവർ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സപ്പോർട്ടിലുള്ള മൊമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് നമുക്കറിയാം ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഡി സിയിൽ വരുന്ന മൊമെൻറ്റ് MFDC അല്ലെങ്കിൽ MDC, ഡി സിയിൽ ഈ ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ആകെ ഈ ലോഡ് കാരണമുള്ള മൊമെൻറ്റ് മാത്രമേ വരുള്ളൂ. നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ സപ്പോർട്ടേ ഉള്ളൂ. ആ ലോഡ് കാരണം അവിടെ വരുന്ന മൊമെൻറ്റ് ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് വരുന്നത് 20 × 4, അതായത് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് വരും. 20 × 4 80 kN വരും. ഇത് ഇവിടെ ഈ സപ്പോർട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിനകത്ത് ലോഡ് ആക്ട് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് സപ്പോർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. അത് കാരണമാണ് ഇവിടെ വാല്യൂ നെഗറ്റീവ് വന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഇവിടെ മൊമെൻറ്റ് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനൊക്കെ. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെൻറ്റ് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഓവർ ഹാങ് പോർഷൻ ഏത് സൈഡിലാണ് വരുന്നത്, എവിടെയൊക്കെ നമ്മൾ മൊമെൻറ്റ് എടുക്കുന്ന നോക്കുക, അതിനനുസരിച്ച് ഡയറക്ഷൻ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, സോ നമ്മൾ CD-യിലെയും മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇത് MCD തന്നെയാണ് മൊമെൻറ്റ് അറ്റ് സപ്പോർട്ട് CD-യിൽ വരുന്നത്. ആ ഒരു ലോഡ് കാരണമുള്ള മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ 2 സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഒറ്റ സപ്പോർട്ടേ ഉള്ളൂ, ക്യാൻഡിലിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആ CD എന്ന് പറഞ്ഞ മെമ്പറിലെ മൊമെൻറ്റ് കിട്ടി -60 kN. ഇനി നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സാണ് ഉള്ളത്? BE എന്ന് പറഞ്ഞ മെമ്പറുണ്ട്, അതുപോലെ CF എന്ന് പറഞ്ഞ മെമ്പറുണ്ട്. അവിടെ ഫിക്സ്ഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കൂ, BEയിലും CFിലും എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഒരു എക്സ്റ്റേണൽ ലോഡൊന്നും ഇല്ലാത്തൊരു കോളം മെമ്പറാണ് ഇവിടെ BEയും CFും. സോ എക്സ്റ്റേണൽ ലോഡ് കാരണമാണ് ഉള്ള മൊമെൻറ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സ്റ്റേണൽ ലോഡ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് പറയാം എന്താ, BEയിലെയും CFിലൊന്നും ഫിക്സ്ഡ് മൊമെൻറ്റ് 0 ആയിരിക്കും. സോ നമുക്ക് എഴുതാം MFBE, അതുപോലെ തിരിച്ച് MFEB, BE and EB. Similarly MFCF and MFFC. Fixed moment along the member BE, EB, CF and FC is equal to 0. എക്സ്റ്റേണൽ ലോഡ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. സോ ഫിക്സ്ഡ് മൊമെൻറ്റ് എല്ലാം 0 ആയിരിക്കും ഈ 2 മെമ്പേഴ്സിലും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഓരോ മെമ്പറിലും നമ്മൾ ഫിക്സ്ഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. AB, BA, BC, CB, പിന്നെ CD ഓവർ ഹാങ് പോർഷനിൽ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ BE ആൻഡ് EB. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് അറിയാം, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ.
So നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. റൈറ്റ് ഡൗൺ ഓൾ ദ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. സോ ഫസ്റ്റ് നമുക്ക് മെമ്പർ എടുക്കാം എ ബി. ഓരോ മെമ്പറിലും നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാണ്. സോ എം എ ബി എന്ന് പറഞ്ഞാൽ എം ഓഫ് എ ബി പ്ലസ് 2ei/L ഇൻറ്റു 2θa പ്ലസ് θb മൈനസ് 3delta/L. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. ഇനി നമുക്കെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഓഫ് എ ബിയുടെ വാല്യൂ എത്രയായിരുന്നു? -4.44 പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഐ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ മെമ്പർ എ ബി. ഐ തന്നെയാണ് ക്വസ്റ്റ്യൻ നോക്കുക, ഐ ആണ്. ലെങ്ത് ഓഫ് ദ മെമ്പർ എ ബി 3 മീറ്റർ. ദെൻ θa 2θa. θയുടെ വാല്യൂ ഇവിടെ 0 ആണ്. എന്താ കാരണം? എ എന്താ? ഫിക്സഡ് എൻഡ് ആണ്. ഫിക്സഡ് എൻഡ് ആകുമ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ θa 0 ആണ്. θbയുടെ വാല്യൂ ഉണ്ടാവും. ദെൻ ഡെൽറ്റ ഓൾസോ 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ സ്വേ ഫ്രെയിം. നോൺ സ്വേ ഫ്രെയിം ആയതുകൊണ്ട് ഡെൽറ്റയുടെ വാല്യൂ 0 വരും. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? -4.44 പ്ലസ് 2/3 ei θb. 2/3 മീൻസ് 0.67 ei θb. സോ ഇതാണ് നമ്മുടെ എം എ ബി. ഓക്കെ, നെക്സ്റ്റ് മെമ്പർ എടുക്കാം എം ബി എ. എം ബി എ ഇക്വേഷൻ എഴുതാം. എം ഓഫ് ബി എ പ്ലസ് 2ei/L ഇൻറ്റു 2θb പ്ലസ് θa മൈനസ് 3delta/L. അഗൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ഓഫ് ബി എ 8.89 പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഐ തന്നെ, L 3, 2θb, θയുടെ വാല്യൂ 0, ഡെൽറ്റ ഓൾസോ 0. സോ വി ഗെറ്റ് എം ബി എ ഇസ് ഈക്വൽ ടു 8.89 പ്ലസ് 4/3. 4/3 എന്നാൽ 1.33 ei θb. സോ എ ബി എന്ന് പറഞ്ഞ മെമ്പറിലെയും ബി എയിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. ഓക്കെ, നെക്സ്റ്റ് ബി സി. സോ എം ബി സി ഈക്വൽ ടു എം ഓഫ് ബി സി പ്ലസ് 2ei/L ഇൻറ്റു 2θb പ്ലസ് θc മൈനസ് 3delta/L. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഓഫ് ബി സിയുടെ വാല്യൂ എത്രയായിരുന്നു? -64 പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഇ കോൺസ്റ്റൻ്റ് ആണ്. ത്രൂ ഔട്ട് ദ സെക്ഷനിൽ ഇ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദ വാല്യൂ ഓഫ് ഐ, ബി സിയിൽ ഐൻ്റെ വാല്യൂ 2i ആണ്. L 4 മീറ്റർ ആണ്. ഓക്കെ, ഇൻറ്റു θbയും θcയും ഇവിടെ അൺനോൺസ് ആണ്. ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്, നോൺ സ്വേ ഫ്രെയിം ആയതുകൊണ്ട്. സോ വി ഗെറ്റ് -64 പ്ലസ് 2ei θb പ്ലസ് ei θc. Okay, this is our MBC. -64 plus 2ei θb plus ei θc. Okay, next MCB. MCB is M of CB plus 2ei/L into 2θc plus θb minus 3delta/L. So M of CBയുടെ വാല്യൂ +64 plus 2 into E into I 2i/L 4 meter 2θc plus θb delta again 0. So we get MCB equal to 64 plus 2ei θc plus ei θb. Okay, so MCB കഴിഞ്ഞു. നെക്സ്റ്റ് മെമ്പർ MCD നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷന് എഴുതേണ്ട ആവശ്യമില്ല. സി ഡി എന്നുള്ളൊരു കാൻറ്റിലിവർ പോർഷനാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ബി ഇ എന്ന് പറഞ്ഞ മെമ്പർ എടുക്കാം. എം ബി ഇ ഇറ്റ് ഈസ് എം ഓഫ് ബി ഇ പ്ലസ് 2ei/L into 2θb plus θe minus 3delta/L. ഇവിടെ എല്ലാം നോൺ സ്വേ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ എല്ലാ കേസിലും ഡെൽറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അത് അങ്ങനെ നമുക്കറിയാം. നോൺ സ്വേ ഫ്രെയിമിൽ ഡെൽറ്റ 0 ആയിരിക്കും. സോ എം ഓഫ് ബി ലോഡൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ എം ഓഫ് ബിയുടെ വാല്യൂ 0 ആണ്.
പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഐയുടെ വാല്യൂ എത്ര? ബി ഇയിൽ ഐയുടെ വാല്യൂ ഐ തന്നെയാണ്. ലെങ്ത് ഓഫ് ദ മെമ്പർ ബി ഇ ഈസ് 3 മീറ്റർ പ്ലസ് 2 തീറ്റ ബി പ്ലസ് തീറ്റ ഇ. ഇ ഉള്ളത് ഫിക്സഡ് സപ്പോർട്ടാണ്. സോ തീറ്റ ഇയുടെ വാല്യൂ 0. ഓക്കെ, ഈ ഉള്ളത് ഫിക്സഡ് സപ്പോർട്ടാണ്, അതുകൊണ്ട് തീറ്റ ഇയുടെ വാല്യൂ 0. സോ വി ഗെറ്റ് എം ബി ഈസ് ഈക്വൽ ടു 4/3, that is 1.33 EI theta B. Next, MEB. MEB equation, M of EB plus 2EI by L into 2 theta E plus theta B minus 3 delta by L. So again here M of EB 0, 2 into E into I, L 3 meter, theta E 0, theta B, delta again 0. So we get MEB is equal to 2/3 EI theta B, that is 0.67 EI theta B. So EB എന്ന് പറഞ്ഞ നമ്പറിലുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. നെക്സ്റ്റ് സി എഫ്. ഇനി നമുക്ക് സി എഫ് എന്ന് പറഞ്ഞ മെമ്പറും ഇവിടെ ഉള്ളൂ. സോ എം സി എഫ് ഇസ് ഈക്വൽ ടു എം ഓഫ് സി എഫ് പ്ലസ് 2 EI by L into 2 theta C plus theta F minus 3 delta by L. So M of CF is 0 plus 2 into E into ഐയുടെ വാല്യൂ 2i ആണ്. ഫസ്റ്റ് നോക്കുക, 2i by length of the member is 4 meter, then 2 theta C plus here again theta F fixed എന്താണ്, so theta Fയുടെ വാല്യൂ 0 and delta 0. So we get MCF is equal to 2EI theta C. Okay, next member, നമുക്കൊരു മെമ്പറും കൂടെ ഉണ്ട്, MFC, which is equal to M of FC plus 2 EI by L into 2 theta F plus theta C minus 3 delta by L. So M of FC, fixed moment along the member FC 0 plus 2 into E into value of I 2i, length 4 meter, theta F 0, so theta C minus delta again 0. So we get M of FC is equal to EI theta C. സോ നമ്മൾ എല്ലാ മെമ്പറിലെയും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതി. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എടുക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഇക്വേഷൻസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, EI theta B അൺനോൺ ആണ്, EI theta C അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് അൺനോൺസ് ആണ് നമ്മുടെ ഈ ഇക്വേഷൻസിൽ നിന്ന് വരുന്നത്, തീറ്റ ബി, EI theta B യും EI theta C. സോ ഈ രണ്ട് അൺനോൺസിനെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പ് നമ്മുടെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നോക്കാം. സോ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്, ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. സോ ഇവിടെ നമ്മുടെ ജോയിൻറ്റ്സ് എടുക്കുമ്പോൾ ബി എന്ന് പറഞ്ഞ ജോയിൻ്റ് ഉണ്ട് അല്ലേ. ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ നമുക്കറിയാം ഒരു ജോയിൻറ്റിലെ ടോട്ടൽ മൊമെൻറ്റ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. അതുപോലെ സി എന്ന് പറഞ്ഞൊരു ജോയിൻ്റ് ഉണ്ട്. ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ 3 മെമ്പേഴ്സാണ് വരുന്നത്, BA, BE ആൻഡ് BC. സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുക്കുമ്പോൾ അവിടെ 3 മെമ്പേഴ്സാണ് വരുന്നത്, CB, CF ആൻഡ് CD. സോ നമുക്ക് ഒരു ജോയിൻറ്റിലെ ടോട്ടൽ മൊമെൻറ്റ്സ്, സമ്മേഷൻ ഓഫ് ടോട്ടൽ മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഒരു ജോയിൻറ്റിൽ വരുന്ന മൊമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ആഡ് ചെയ്താൽ അവിടെ ടോട്ടൽ മൊമെൻറ്റ് 0 കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ നമുക്ക് ഈ രണ്ട് ജോയിൻറ്റ്സിലെയും ആ ഒരു കണ്ടീഷന് അപ്ലൈ ചെയ്യാം. സിഗ്മ സമ്മേഷൻ ഓഫ് ദ മൊമെൻറ്റ്സ് ആക്ടിങ് അലോങ് ദ ജോയിൻറ്റ് ഇസ് ഈക്വൽ ടു 0.
So first we consider the joint B, that is sigma MB equal to 0. Total moments at the joint B is equal to 0. Sigma MB equal to 0 means B യിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? BA ഉണ്ട്, BE ഉണ്ട്, BC ഉണ്ട്. സോ നമുക്ക് എഴുതാം MBA പ്ലസ് MBE പ്ലസ് MBC ഈക്വൽ ടു 0. ഇനി MBA, MBC, MBE ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതാണ് നാം MBA, അതുപോലെ MBC, ദെൻ MBE. സോ നമുക്ക് ഈ ഒരു വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MBA ഈസ് 8.89 പ്ലസ് 1.33 EI theta B plus MBE. MBE is 1.33 EI theta B. Then plus MBC. MBC is minus 64 plus 2 EI theta B plus EI theta C, which is equal to 0. So നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാലോ. EI theta B യുടെ ടേംസ് എല്ലാം ആഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 4.66 EI theta B പ്ലസ് EI theta Cയുടെ ടേം ഒരെണ്ണേ ഉള്ളൂ. സോ EI theta C ആൻഡ് കോൺസ്റ്റൻറ്റ് ടേമിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതാം. സോ 64 മൈനസ് 88.1 ദാറ്റ് ഈസ് 55.11. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ 1. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷന് കിട്ടി സിഗ്മ MB ഈക്വൽ ടു 0 കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ അൺനോൺസ് EI theta B, EI theta Cയുടെ ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ നമുക്ക് രണ്ട് അൺനോൺസ് ഉള്ളതുകൊണ്ട് ഒരു ഇക്വേഷൻ കൂടെ വേണം. സോ അതിന് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക സിഗ്മ MC ഈക്വൽ ടു 0. നെക്സ്റ്റ് ജോയിൻറ്റിലെ മൊമെൻറ്റ് ഈക്വൽ ടു 0. ഓക്കെ, സിഗ്മ MC ഈക്വൽ ടു 0. C എന്ന് പറഞ്ഞ ജോയിൻറ്റ്സിലും 3 മെമ്പേഴ്സാണ് വരുന്നത്. സോ മൊമെൻറ്റ് അലോങ് ദ മെമ്പർ MCB പ്ലസ് MCD പ്ലസ് MCF ഈക്വൽ ടു 0. 3 മെമ്പേഴ്സാണ് സി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ വരുന്നത്. ആ 3 മെമ്പേഴ്സിലെയും മൊമെൻറ്റിൻ്റെ സമ്മ് 0. ദാറ്റ് ഈസ് സിഗ്മ MC ഈക്വൽ ടു 0. സോ MCBയുടെ വാല്യൂ 64 പ്ലസ് 2 EI theta C പ്ലസ് EI theta B. Then MCD നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് 60 പ്ലസ് MCF ഈസ് 2 EI theta C. സോ MCB 64 പ്ലസ് 2 EI theta C, then MCDയുടെ പ്ലസ് EI theta B, MCDയുടെ വാല്യൂ മൈനസ് 60, MCF 2 EI theta C, which is equal to 0. ഇതിന് നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യാം. theta Cയുടെ ടേമെല്ലാം കമ്പൈൻ ചെയ്യാം. സോ 4 EI theta C പ്ലസ് EI theta B is equal to കോൺസ്റ്റൻറ്റ് ടേമിന് റൈറ്റ് ഹാൻഡ് സൈഡിലപ്പോൾ കൊണ്ടുവരാം. സോ മൈനസ് 4. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടി. അപ്പോൾ 2 അൺനോൺസും 2 ഇക്വേഷൻ കിട്ടി. നമുക്കതിനെ സോൾവ് ചെയ്യാം. സോ ബൈ സോൾവിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് EI theta B is equal to, so we get EI theta B is equal to 12.703 and EI theta C is equal to minus 4.18. സോ നമുക്ക് തേർഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അൺനോൺസിൻ്റെ വാല്യൂസ് കിട്ടി. സോ നമ്മുടെ 2 അൺനോൺസ് ഉണ്ടായിരുന്നത് EI theta B, EI theta C. സോ ആ 2 അൺനോൺസിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. ദെൻ ഈ അൺനോൺസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതിയിരുന്നു. അവിടെ നമുക്ക് ഈ അൺനോൺസ് കാരണമാണ് ഫൈനൽ മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാത്തത്. സോ ഈ അൺനോൺസ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടിയ അൺനോൺ വാല്യൂസ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. ഓരോ മെമ്പറിലെയും മൊമെൻറ്റിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ അൺനോൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഓരോ മെമ്പറിലെയും ഫൈനൽ മൊമെൻറ്റ്സ് കിട്ടും.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ് നമ്മുടെ സ്റ്റെപ്പ് 4 ഈസ് ഫൈനൽ മൊമെൻറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് MAB എടുക്കാം. MABയുടെ ഇക്വേഷൻ എന്തായിരുന്നു? MABയുടെ ഇക്വേഷൻ -4.44 പ്ലസ് 0.67 EA തീറ്റ ബി. ഇവിടെ EA തീറ്റ ബി അൺനോൺ ഉള്ളത് കാരണമാണ് നമുക്ക് MAB എന്ന് പറഞ്ഞ മൊമെൻറ്റ് കിട്ടാഞ്ഞത് അല്ലേ. സോ നമ്മൾ തേർഡ് സ്റ്റെപ്പ് വഴി നമുക്ക് EA തീറ്റ ബിയുടെ വാല്യൂ കിട്ടി. ഇനി ആ EA തീറ്റ ബിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് മൊമെൻറ്റ് അലോങ് ദ മെമ്പർ AB കിട്ടും. ഓക്കെ, സോ 0.67 EA തീറ്റ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4.44 പ്ലസ് 0.67 ഇൻറ്റു EA തീറ്റ ബി എത്ര കിട്ടിയ 12.703. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 4.028 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് മെമ്പർ MBA. MBA എന്തായിരുന്നു? 8.89 പ്ലസ് 1.33 EA തീറ്റ ബി. സോ ഇവിടെ നമ്മൾ EA തീറ്റ ബിയുടെ 12.703 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ വി ഗെറ്റ് 25.83 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് മെമ്പർ MBC. MBCയുടെ വാല്യൂ -64 പ്ലസ് 2 EA തീറ്റ ബി പ്ലസ് EA തീറ്റ സി. സോ ഇവിടെ EA തീറ്റ ബിയുടെയും EA തീറ്റ സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് -42.77 കിലോന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് MCB. MCB is 64 പ്ലസ് EA തീറ്റ ബി പ്ലസ് 2 EA തീറ്റ സി. സോ ഇവിടെ നമ്മൾ EA തീറ്റ ബിക്കും EA തീറ്റ സിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് MCB is 68.35 കിലോന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് മെമ്പർ MBE. MBEയുടെ വാല്യൂ 1.33 EA തീറ്റ ബി. 1.33 EA തീറ്റ ബി. അപ്പോൾ EA തീറ്റ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 8.47 കിലോന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് MEB. MEB ഈസ് 0.67 EA തീറ്റ ബി. സോ EA തീറ്റ ബിക്ക് 12.703 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ഇവിടെ 1.33 ഇൻറ്റു EA തീറ്റ ബി ചെയ്യുമ്പോൾ 16.94 കിലോന്യൂട്ടൺ മീറ്റർ ആണ് വരുന്നത്. MEB 0.67 EA തീറ്റ ബി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8.47 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. നെക്സ്റ്റ് മെമ്പർ MCF. MCF ഈസ് 2 EI തീറ്റ സി ആയിരുന്നു. 2 EI തീറ്റ സി ആണ്. EA തീറ്റ സിയുടെ വാല്യൂ -4.18. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -8.352 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. നെക്സ്റ്റ് മെമ്പർ MFC. MFC ഈസ് EI തീറ്റ സി. സോ EI തീറ്റ സിയുടെ വാല്യൂ -4.18 കിലോന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് നമ്മുടെ MCD ഉണ്ട്. MCD നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. -30 ഇൻറ്റു 2 -60 കിലോന്യൂട്ടൺ മീറ്റർ. പിന്നെ വരുന്നത് MDC ആണ്. ഫ്രീ എൻഡിലെ മൊമെൻറ്റ് നമുക്കറിയാം 0 കിലോന്യൂട്ടൺ മീറ്റർ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ്. MAB 4.028 ആൻഡ് MBA 255.83 കിലോന്യൂട്ടൺ മീറ്റർ. MBC -42.77. MCB 68.35. MBE 16.94. MEB 8.47 and MCF -8.352 and here MFC -4.18. MCD is -60 kilonewton meter and free angle is 0. Okay, so നമ്മൾ സ്റ്റെപ്പ് 4 ഫൈനൽ മൊമെൻറ്റ്സ് ഓരോ മെമ്പറിലെയും ഫൈനൽ മൊമെൻറ്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഒരു അനാലിസിസ് നമ്മൾ കഴിഞ്ഞു. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിമിനെ അനാലിസിസ് ചെയ്തു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ടായിരുന്നു, ഡ്രോ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രം. സോ നമുക്ക് ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാണ് അടുത്ത സ്റ്റെപ്പ്. സോ നമുക്ക് നെക്സ്റ്റ് ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം വരക്കുന്നത് നോക്കാം. ഓക്കെ, ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം.
A, B, C and D, E, F. So first MAB. MABയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 4.028. സോ MABയുടെ വാല്യൂ 4.028. ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, പോസിറ്റീവാണ്. സോ നമ്മൾ ഡയറക്ഷൻ എടുക്കുമ്പോൾ ABൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആകുമ്പോൾ താഴോട്ടാണ് വരുന്നത്. സോ നമ്മൾ മാർക്ക് ചെയ്തു 4.028. നെക്സ്റ്റ് BA. MBA 25.827 ആണ്. 25.82 അല്ലെങ്കിൽ 83 ക്ലോക്ക് വൈസ് ആണ്. സോ നമുക്ക് മുകളിലോട്ട് വരും ഡയറക്ഷൻ. നെക്സ്റ്റ് BC. BCയിൽ -42.7 ആണ്. -42 ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ അഗെയിൻ നമുക്ക് ഫസ്റ്റ് ഇത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കും. സോ നെക്സ്റ്റ് BCയിൽ 42 ആണ്. 42.7 kN/m. നെക്സ്റ്റ് CB. MCB 68.35 ആണ്, ക്ലോക്ക് വൈസ് ആണ്. സോ 68.35 ക്ലോക്ക് വൈസ് വരുമ്പോൾ അഗെയിൻ ഡയറക്ഷൻ മുകളിലോട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ 68.35. സോ ഇത് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി വരുന്നത് CD. CDയിൽ -60 ആണ്. -60 ആയതുകൊണ്ട് CD ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇവിടെ നമുക്ക് 60 മാർക്ക് ചെയ്യാം. ആൻഡ് DC. D ഫ്രീ എൻഡിൽ 0 ആണ്. സോ ഇത് തമ്മിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് BE. MBEയുടെ വാല്യൂ വരുന്നത് 16.37 ആണ്. BE ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഡയറക്ഷൻ ഇവിടെ വരും 16.9. ആൻഡ് EB. MEBയുടെ വാല്യൂ 8.47 ആണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് വരുമ്പോൾ ഈ സൈഡിൽ വരും. സോ ഹിയർ 8.47, ഇവിടെ 16.9. സോ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ CF. CFയുടെ വാല്യൂ വരുന്നത് MCF -8.35 ആണ്. സോ CFൻ്റെ ഡയറക്ഷൻ എടുക്കും മൈനസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇങ്ങോട്ട് വരും ഡയറക്ഷൻ 8.35. FCയുടെ വാല്യൂ വരുന്നത് -4.1718 ആണ്. സോ -4.8 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ട് വരും 4.18. സോ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ എൻഡ് മൊമെൻ്റ് കാരണമുള്ള ബെൻഡ് മൊമെൻ്റ് ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി നമുക്ക് എക്സ്റ്റേണൽ ലോഡ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മെമ്പേഴ്സിനകത്ത് എക്സ്റ്റേണൽ ലോഡ്സ് ഉണ്ടായിരുന്നു. സോ AB എന്ന് പറഞ്ഞ മെമ്പറിൽ എക്സ്റ്റേണൽ ലോഡ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിരുന്നു അല്ലേ. സോ ഫ്രീ സ്പാൻ മൊമെൻറ്റ്, സ്പാനകത്തിൽ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള മൊമെൻറ്റ്. സോ അലോങ് ദ മെമ്പർ ABയിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദ ലോഡ് വിൽ ബി ഈക്വൽ ടു WAB/L ആണ്. സോ W × W 40 kN, 20 kN ആണ്. 20 × A3 and so A2 and B1 ആണ്, L3. So we get 13.33 kN/m. സിമിലർലി BCയിലുള്ളത് UDL ആണ് ആക്ട് ചെയ്തിരുന്നത്. UDL ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം WL²/8 ആണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രലായിരിക്കും. 48 × L4, 48 × 4²/8. So we get 96 kN/m. സോ ഇതാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ABയിലെയും BCയിലെയും. സോ ABയിൽ വരുന്നത് 13.33 ആണ്. സോ ഇവിടെ നിന്ന് ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഇവിടുന്ന് 2 മീറ്ററിലും ഇവിടുന്ന് 1 മീറ്ററും. സോ ഏകദേശം ഇവിടെ വരും. സോ നമുക്ക് ഇങ്ങനെ വരക്കാം. സോ ഇതാണ് നമ്മുടെ 13.33.
ഇനി ബി സി എന്ന് പറഞ്ഞ നമ്പറിൽ വരുന്നത് UDL ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ പരാബോള ആൻഡ് ദ മാക്സിമം വാല്യൂ വിൽ ബി അറ്റ് ദ സെൻറ്റർ. സോ ഒരു പരാബോള വരക്കാം. സോ മാക്സിമം സെൻറ്ററിലാണ് വരിക, വാല്യൂ 96 kN/m. സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാം. സോ ഈ ഒരു പോർഷനിൽ നെഗറ്റീവ് വരും. ഓക്കെ, ഇവിടെ പോസിറ്റീവ്, ഹിയർ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, this will be positive and here also negative. Negative, this is positive and here positive, here negative, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.